എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ പറ്റിയല്ല. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പോലും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആവില്ല എന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്നത്തെ വീഡിയോ. കാരണം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണം എന്നതാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ഗുണവും അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധിയെ പറ്റിയുമൊക്കെയുള്ള ചെറിയ നോളജ് ഉണ്ടാവും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് വെറും ഗാംബ്ലിംഗ് ആണെന്നും മ്യൂച്വൽ ഫണ്ട് വെറും തട്ടിപ്പാണെന്നും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളിലേക്കാണ് ഈ വീഡിയോ എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നതിന്റെ പ്രാധാന്യം എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു വീഡിയോയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണണം. നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളിലേക്കും വീട്ടമ്മമാരിലേക്കും റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളിലേക്കും സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് ആഗ്രഹമുള്ള യുവ തലമുറകളിലേക്കും ജോലി കിട്ടി സമ്പാദിക്കാൻ തുടങ്ങിയ ആളുകളിലേക്കും തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം. കാരണം എത്രയും നേരത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി നമ്മൾ ആരംഭിക്കുന്നു, അത്രയും വലിയ സമ്പത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണം എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ നിലവിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എനിക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയോ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയോ അറിവില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു തട്ടിപ്പാണ്, ഒരു ഗാംബ്ലിംഗ് ആണ് എന്നതാണ്. മൂന്നാമത്തെ കാരണം ഇന്ത്യയിലെ ഗവൺമെന്റിൽ എനിക്ക് വിശ്വാസമില്ല. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നു. പിന്നെ എങ്ങനെ നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടും? നിങ്ങൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടുന്നു, വികസിക്കുന്നു എന്നൊക്കെ. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത്രയും ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ, നമ്മുടെ ചുറ്റിലുള്ള സഹോദരങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ എങ്ങനെ നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? എന്ത് വിശ്വസിച്ച് ഞാൻ എൻ്റെ കാശ് എൻ്റെ രാജ്യത്തിലെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും? ഇതാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത്. ഇതിൽ മറ്റൊരു രസകരമായ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പെൻഷൻ ഉണ്ട്, ആവശ്യത്തിന് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ഗവൺമെന്റിൽ നിന്നോ, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. ഇനിയും ഇത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക? ഞാൻ എൻ്റെ ഡെയിലി ബ്രെഡ് അല്ലെങ്കിൽ അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ പോരെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ പോരെ എന്ന് വിചാരിക്കുന്ന ആളുകളിലേക്കും നമ്മൾ മേൽ പറഞ്ഞ എല്ലാ തരം ചിന്താഗതികളുള്ള ആളുകളിലേക്കുമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, മറ്റുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ നോക്കി കാണുന്നു, നമ്മളുടെ കമ്പനികൾ ഏത് രീതിയിൽ വളരുന്നു, നമ്മുടെ രാജ്യം തകർന്നു പോകാൻ സാധ്യതയുണ്ടോ, മറ്റുള്ള രാജ്യങ്ങൾക്ക് നമ്മുടെ ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ ഭാരതത്തിനെ മറ്റുള്ള ലോക രാജ്യങ്ങൾ കാണുന്നത് എന്നതിനെ പറ്റിയാണ്. ഇതിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാലറീഡ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ഒരു ആനുവൽ ഇൻകം, ഒരു വാർഷിക വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അവരെ രണ്ടുപേരെയും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഒരാൾക്ക് 3 ലക്ഷം രൂപ വാർഷിക വരുമാനവും മറ്റൊരാൾക്ക് 5 ലക്ഷം രൂപ വാർഷിക വരുമാനവും ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആളെ നമ്മൾ കുറച്ചുകൂടി സാമ്പത്തിക സ്ഥിരതയുള്ള ആളായി, അല്ലെങ്കിൽ കുറച്ചുകൂടെ സാമ്പത്തിക പുരോഗതിയുള്ള ആളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് ലോക രാജ്യങ്ങളും ഓരോ രാജ്യങ്ങളെയും സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നത്. ഓക്കെ, ഇത് ഓരോ രാജ്യത്തെ എക്കണോമിയെയും അവരുടെ രാജ്യം എത്ര ട്രില്യൺ US$ എക്കോണമിയാണ്, അല്ലെങ്കിൽ എത്ര ട്രില്യൺ ആണ് ഒരു രാജ്യത്തിന്റെ മൊത്തം ആസ്തി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോക രാജ്യങ്ങളെ ഓരോ ഒരു സാമ്പത്തിക ശക്തികളായി തരംതിരിച്ചിരിക്കുന്നത്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ ലോക രാജ്യങ്ങളെ അനലൈസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാഷ്ട്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അമേരിക്കയാണ്. 37 ട്രില്യൺ US$ അമേരിക്കയുടെ ആസ്തി എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. 17 ട്രില്യൺ ഡോളറാണ് ചൈനയുടെ ആസ്തി എന്ന് പറയുന്നത്. മൂന്നാം സ്ഥാനം UK ആണ്. 4.7 ട്രില്യൺ US$ ആണ് UK യുടെ ആസ്തി എന്ന് പറയുന്നത്. നാലാം സ്ഥാനം
മൂന്നാം സ്ഥാനം UK-ക്കാണ്, 4-ാം സ്ഥാനം ജപ്പാനാണ്. 4.2 ട്രില്യൺ US$ ആണ് ജപ്പാന്റെ ആസ്തി എന്ന് പറയുന്നത്. ഇതിൽ 5-ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യയുടെ ആസ്തി എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയുടെ ആസ്തി എന്ന് പറയുന്നത് 3.7 ട്രില്യൺ US$ ആണ് ഇന്ത്യയുടെ ആസ്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ താഴോട്ടുള്ള ലോകരാജ്യങ്ങളെ പറ്റി ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, നമ്മുടെ വീഡിയോ കുറേ ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ആദ്യത്തെ ഒരു 5 സ്ഥാനക്കാരെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ലോകരാജ്യങ്ങളെ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ബേസിൽ നമ്മൾ അതിന്റെ ഓർഡർ ഇതാണ്. ആദ്യത്തെ 5 സ്ഥാനങ്ങൾ ഇതാണ്. ഇനി ഒരു രാജ്യം എങ്ങനെ പുരോഗമിക്കുന്നു, അവരുടെ സാമ്പത്തിക വ്യവസ്ഥ ഇത്രയും ട്രില്യൺ US$ ആണെങ്കിലും ഇവരുടെ പുരോഗതി നമ്മൾ വിലയിരുത്തുന്നത് GDP-യുടെ അടിസ്ഥാനത്തിലാണ്. GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് GDP-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. GDP-ക്ക് വളരെയധികം നിർവചനങ്ങളുണ്ട്. അതിലൊരു നിർവചനം എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സ്, നമ്മൾ പുറത്തേക്ക് കയറ്റി അയക്കുന്ന തുക മൈനസ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന തുക, അതാണ് ഒരു ഡെഫിനിഷൻ. ഇതിന് GDP-ക്ക് നിരവധി ഡെഫിനിഷനുകളുണ്ട്, എല്ലാം വ്യത്യസ്തങ്ങളായ ഡെഫിനിഷനാണ്. GDP-യുടെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾക്ക് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ GDP എന്ന അളവുകോൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ രാജ്യത്തെയും അളക്കുന്നത്. ഓക്കെ, GDP എന്ന് പറയുന്നത് ഒരു വളർച്ചാ നിരക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പുരോഗതിയിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സാമ്പത്തിക അധോഗതിയിലേക്കാണോ, സാമ്പത്തികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ GDP-യുടെ ഏറ്റക്കുറച്ചിലുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഫോളോ ചെയ്യാത്ത ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ത്യയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ Q3 GDP ഡേറ്റ പുറത്തു വന്നിരിക്കുന്നു. 8.4% വളർച്ചയാണ് ഇന്ത്യ Q3 2023-2024 ഫൈനാൻഷ്യൽ ഇയറിൽ പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ അധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വളർച്ചാ നിരക്കാണ് 8.4% എന്ന് പറയുന്നത്. Q1-ലും Q2-ലും നമ്മൾ ഏകദേശം 8.1, 8.2 നിലവാരത്തിലാണ് നമ്മുടെ വളർച്ച സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു GDP-യുടെ വളർച്ച എന്ന് പറയുന്നത്, GDP-യുടെ വളർച്ചയെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ GDP വളരുന്നു എന്ന് വിചാരിച്ച് ഒരു രാജ്യം സാമ്പത്തികമായി പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്ന് വിചാരിച്ച് GDP ഉയർന്നു എന്ന് കരുതി ഒരു രാജ്യത്തെ പട്ടിണി ഇല്ലാതാവുന്നില്ല. ഓക്കെ, GDP-യുടെ ഡെഫിനിഷന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ആൾക്കാരുടെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് ഓരോ ആൾക്കാരുടെയും ആളോഹരി വരുമാനത്തെ ഈ GDP കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് GDP-യുടെ ഡെഫിനിഷനിലെ ഏറ്റവും ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഒരു രാജ്യത്തെ മൊത്തം സാമ്പത്തിക അവസ്ഥ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുമ്പോൾ ആളുകളുടെ സാമ്പത്തിക അവസ്ഥ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കമ്പനികൾ, ഒരു രാജ്യത്തെ കമ്പനികൾ എങ്ങനെ വളരുന്നു, കമ്പനികളാണല്ലോ നമ്മൾ സാധാരണക്കാരും ഒരു രാജ്യത്തിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികളാണ്, ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തെ കമ്പനികൾ വളരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കമ്പനികളിൽ നിന്നുള്ള എക്സ്പോർട്ട് കൂടുമ്പോൾ ഇമ്പോർട്ട് കുറയുമ്പോൾ, അതായത് കമ്പനികൾ വളരുമ്പോൾ, കമ്പനികൾ കൂടുതൽ ടാക്സ് കൊടുക്കുന്നു, കമ്പനികൾ വളരുമ്പോൾ രാജ്യവും വളരുന്നു എന്നുള്ളതാണ് GDP-യുടെ ഒരു ഏകദേശം ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ GDP വളരുന്നു, രാജ്യം വളരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളും വളരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതത്തിന്റെ Q3-ലെ GDP 8.4% എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 3 ക്വാർട്ടറുകളിലും നമ്മൾ 8% മുകളിൽ വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു Q4-ന്റെ ഒരു ക്വാർട്ടറും കൂടെയാണ് ഒരു ക്വാർട്ടറിന്റെ GDP ഡേറ്റയും കൂടെ വരാനുള്ളത്. അതും 8%-അടുത്ത് ഏകദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 8%, ഒരു വർഷം നമ്മൾ 8%-ന് മുകളിൽ വളർന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യം 8%, നമ്മുടെ രാജ്യം 8% വളർന്നു. ഓക്കെ, 8% വളർന്നു, അത് വളരെ നമുക്ക് 8% എന്ന് പറയുന്നത് അതിൽ എന്താണ് ഒരു വലിയ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ചൈനയുടെ 2022-ലെ വളർച്ച, GDP വളർച്ച എന്ന് പറയുന്നത് 5.9%. യുഎസിന്റെ 2022-23 കാലഘട്ടത്തിലെ വളർച്ച എന്ന് പറയുന്നത് 5.9%. ചൈനയുടെ വളർച്ച എന്ന് പറയുന്നത് 5.2%. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ഞാൻ പറഞ്ഞതനുസരിച്ച് $37 ട്രില്യൺ ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്കയുടെ കഴിഞ്ഞ വർഷത്തെ വളർച്ച എന്ന് പറയുന്നത് 5.9%. രണ്ടാം സ്ഥാനത്തുള്ള ചൈനയുടെ വളർച്ച 5.2%. ഇനി നമുക്ക് മുന്നിലുള്ള 4.7 ട്രില്യണും 4.2 ട്രില്യണും സാമ്പത്തിക വ്യവസ്ഥയുള്ള UK-യുടെയും ജപ്പാന്റെയും കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ചയൊക്കെ നെഗറ്റീവ് വളർച്ചയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. GDP വളർച്ച താഴോട്ടാണ് അവരുടെ GDP വളർച്ചയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്.
2027 ജെഫ്രീസിന്റെ റിപ്പോർട്ട് അനുസരിച്ചും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രസിഡന്റിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രസിഡന്റിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ 2027 ജെഫ്രീസ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജ് കമ്പനിയും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2027 ഇന്ത്യ UK-യെയും ജപ്പാനെയും മറികടന്ന് ലോക 3ാം സാമ്പത്തിക ശക്തിയായി പരിണമിക്കും. ഏകദേശം 2030 ഇന്ത്യ $10 ട്രില്യൺ എന്ന മാന്ത്രിക സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധരുടെയും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെയും കണക്കുകൂട്ടൽ. നമ്മുടെ രാജ്യം നിലവിൽ $3.7 ട്രില്യൺ. ഇനി 6 വർഷങ്ങളാണുള്ളത് 2030-ലേക്ക്. 2030 $10 ട്രില്യൺ എത്തുക എന്ന് പറയുമ്പോൾ സ്വപ്നതുല്യമായ വളർച്ചയാണ് ഇന്ത്യയെ കാത്ത് അടുത്തൊരു പതിറ്റാണ്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത 6 വർഷത്തിനുള്ളിൽ 2030 ഇന്ത്യ ലോകത്തിലെ 3ാം സാമ്പത്തിക ശക്തിയായി $10 ട്രില്യൺ 3ാം സാമ്പത്തിക ശക്തിയാകുകയാണ് എന്നിരിക്കട്ടെ. അതിന്റെ അർത്ഥം നമ്മുടെ കമ്പനികൾ വളരും എന്നുള്ളതല്ലേ? നമ്മുടെ രാജ്യത്തിലെ കമ്പനികൾ വളരും എന്നുള്ളതല്ലേ? അപ്പോൾ ശരിക്കും നമ്മുടെ രാജ്യത്തിലെ കമ്പനികളുടെ ഷെയറുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സമ്പത്ത് വർദ്ധിക്കില്ലേ? ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാത്ത എൻ്റെ സുഹൃത്തുക്കളോടുള്ള എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു? ഇനി കാരണമായിട്ട് നമ്മൾക്ക് അനലൈസ് ചെയ്യാവുന്നത്, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ മ്യൂച്വൽ ഫണ്ട്സ്. പണി അറിയാവുന്ന ആളുകൾ, IIT-യിൽ നിന്നും IIM-ൽ നിന്നും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും MBA-യും ഫിനാൻഷ്യൽ CFO-യും CA-യും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച്, അവരുടെ അക്കാഡമിക് ബ്രില്യൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടി സ്റ്റോക്കുകളും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുകളും കണ്ടെത്തി നിങ്ങളുടെ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് അവർ വർദ്ധിപ്പിച്ചു തരും. ഇനിയുള്ള 1 പതിറ്റാണ്ട് 2 പതിറ്റാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 30, 40, 45 വയസ്സിനുള്ളിൽ പ്രായമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, സോളിഡ് ആയിട്ട് 10-15 കൊല്ലം അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട്, നമ്മൾ കാരണവന്മാർ ചെയ്ത ഭാഗ്യം കൊണ്ടാവാം ഈ സമയത്ത്, ഈ ഇന്ത്യയുടെ വളർച്ചയുടെ ഈ സമയത്ത്, നമ്മളുടെ ജീവിതത്തിന്റെ വളർച്ചയുടെ ഏറ്റവും സുപ്രധാനമായ കാലഘട്ടവും ഇന്ത്യയുടെ വളർച്ചയുടെ സുപ്രധാനമായ കാലഘട്ടവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക. ഈ സുവർണാവസരം നിങ്ങൾ വിട്ടുകളഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാവി തലമുറ നിങ്ങളോട് ചോദിക്കും, ഇത്രയും യൂട്യൂബും ഇത്രയും ടെലഗ്രാമും ഇത്രയും ഫെസിലിറ്റികളൊക്കെ ഉണ്ടായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാരതത്തിലെ 4-5% ആളുകൾ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളൂ. ഞാൻ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യമാണ്, മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യം. മ്യൂച്വൽ ഫണ്ടുകളുടെ കേസിലാണെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് മലയാളികൾ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്. ഇപ്പോഴത്തെ പുതിയ തലമുറ, നമ്മളുടെ പോലെയുള്ള പുതിയ യുവതലമുറ പിന്നെയും കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്കും വരുന്നുണ്ട്. പഴയ തലമുറ അവര് ചിട്ടിയും ഗോൾഡും റിയൽ എസ്റ്റേറ്റും ഒക്കെയാണ് അവരുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഇത്രയേറെ അറിവുകൾ നമ്മൾക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ ചാൻസ് എടുക്കുന്നില്ല, ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളിൽ നമുക്ക് ഇന്ത്യയോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്യാം, ഇന്ത്യ വളരുന്നതോടൊപ്പം നമ്മൾക്കും എങ്ങനെ വളരാം. ഇതിന്റെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ഷെയറുകൾ അനലൈസ് ചെയ്ത് അതിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഷോർട്ട് ടേമിലേക്കല്ല, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. മിനിമം ഒരു 10 കൊല്ലത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, നഷ്ടമായിരിക്കും ഫലം. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇനി ചില ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഏകദേശ ധാരണയുണ്ട്, പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയുള്ള A to Z ധാരണ ഉള്ള ആളുകൾ എൻ്റെ സുഹൃത്തുക്കളിൽ ചിലരുണ്ട്. അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അധികമൊന്നും അറിയില്ല, പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, എന്തൊക്കെ റേഷ്യോസ് ആണ് നോക്കുന്നത് എന്നൊക്കെ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ തക്ക വിധത്തിലുള്ള സുഹൃത്തുക്കളെ എനിക്കറിയാം. ഓക്കെ, അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ 2 തരത്തിലാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് സ്കീമുകളും ഒന്ന് റെഗുലർ സ്കീമുകളും. മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ചിലവ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഫീസ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങൾക്ക് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ എന്നുള്ള ഒരു ചിലവാണ്. അത് ഡയറക്റ്റ് ഫണ്ടുകളിൽ 0 മുതൽ 0.7% വരെ ആവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ,
നിങ്ങളുടെ ക്യാപിറ്റലിന്റെ നിങ്ങളുടെ തുകയുടെ 0.7% മുതൽ 0 മുതൽ 0.7% തുകയാണ് നിങ്ങൾ റെഗുലർ ഡയറക്റ്റ് ഫണ്ടുകളിൽ ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഈ ഡയറക്റ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്, നിങ്ങളുടെ അനലൈസിങ് സ്കിൽ ഉപയോഗിച്ച് ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഷോർട്ട് ടേമിലേക്കുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ലോങ് ടേമിലേക്കുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, റിസ്ക് കുറവുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, റിസ്ക് വളരെയധികമുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇക്വിറ്റിയിലും ഡെപ്റ്റിലും. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ശരിയായ ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ട മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്ലാനുകളാണ്. വളരെയധികം എക്സ്പെൻസ് കുറവുള്ള ഒരു ഫണ്ടുകളാണ് ഡയറക്റ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് സെലക്ട് ചെയ്യണം എന്ന ഒരു റിസ്ക്കാണ് അതിനകത്തുള്ളത്. ഇതിനകത്ത് വരുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി അറിവില്ലാതെ നിങ്ങളുടെ ഒരു ഡയറക്റ്റ് ഫണ്ട് എടുത്താൽ അത് നിങ്ങളുടെ തീരുമാനം തെറ്റായി പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 കൊല്ലം കഴിയണം, 3 വർഷം കഴിയണം. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾക്ക് കാര്യമായിട്ടുള്ള റിട്ടേണുകൾ നമ്മൾക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു 3 കൊല്ലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ തീരുമാനത്തെ പുനർവിചിന്തനം ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി യാതൊരു ധാരണയുമില്ല, എനിക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉള്ളത് റെഗുലർ ഫണ്ടുകളാണ്. റെഗുലർ ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് മ്യൂച്വൽ ഫണ്ടുകളാണ് നിങ്ങൾ എടുക്കേണ്ടത്, നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റി, നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ സാലറി, നിങ്ങളുടെ ചുറ്റുപാട് എല്ലാം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ടുകളാണ് യോജിച്ചത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് റെഗുലർ സ്കീമുകളുടെ പ്രത്യേകത. നിങ്ങളുടെ എല്ലാ ക്രൈറ്റീരിയാസും, റിസ്ക് ടേക്കിംഗ് അപ്പിറ്റൈറ്റ്, റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റി എല്ലാം അനലൈസ് ചെയ്തിട്ട് അവർ നിങ്ങളോട് പറയും നിങ്ങൾക്ക് പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്. ഞാനൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറാണ്. ഞാൻ അഡ്വൈസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ റെഗുലർ സ്കീമുകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ റെഗുലർ സ്കീമുകളും ഡയറക്റ്റ് സ്കീമുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോയിൽ വരുന്ന ഏകദേശം 1% വ്യത്യാസം. അതായത് സെബിയുടെ റൂൾ അനുസരിച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററിനോടും ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് 2.5% കൂടുതൽ ഫീസ് വാങ്ങാൻ പാടില്ല. ഓക്കെ, നിങ്ങളൊരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് എടുക്കുന്നതെങ്കിൽ 0 മുതൽ 0.7% വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസ് അവർ വാങ്ങും. നിങ്ങളൊരു റെഗുലർ മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് വാങ്ങുന്നതെങ്കിൽ മാക്സിമം 2.5% വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ഫീസ് വാങ്ങും. 2.5 എന്ന് പറയുന്നത് മാക്സിമം ആണ്. നിലവിലുള്ള നമ്മുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളൊക്കെ അനുസരിച്ച് ഏകദേശം 1% മുതൽ 2% വരെ. അപ്പോൾ ഏകദേശം 0.3% മുതൽ ഏകദേശം 1% വരെയാണ് ഡയറക്റ്റ് സ്കീമുകളും ഇൻഡയറക്റ്റ് സ്കീമുകൾ അഥവാ റെഗുലർ സ്കീമുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1% വേണ്ടി തെറ്റായിട്ടുള്ള തീരുമാനമെടുത്ത് തെറ്റായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡയറക്റ്റ് സ്കീമുകൾ എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ശരിയായ ധാരണയില്ല, ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് റെഗുലർ സ്കീമുകളിലേക്ക് നിങ്ങൾ പോവുക. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ സഹായം നിങ്ങൾ തേടുക. കറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 6-7 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നഷ്ടത്തിലേക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മിനിമം ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള റിട്ടേണുകൾക്കൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തിരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ അത്ര കേപ്പബിൾ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറെ തിരഞ്ഞെടുക്കുക. നിരവധി പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഡയറക്റ്റ് സ്കീമുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഇൻഡയറക്റ്റ് സ്കീമുകൾ, റെഗുലർ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും നിരവധി പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി കാശ് സമ്പാദിക്കാനുള്ള വിലപ്പെട്ട അവസരമാണ് ഇനിയുള്ള 10 കൊല്ലം. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത് വീട്ടമ്മമാരോട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്വർണത്തിലാവാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാവാം, ബാങ്കിലുള്ള FD ആയിട്ടാവാം. അതൊന്നും തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിലൊരു ഭാഗം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതെല്ലാം കൊണ്ടുപോയി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അതിലൊരു ഭാഗം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 2 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഗോൾഡിൽ നിന്ന് കിട്ടുന്ന റിട്ടേണോ, FDയിൽ നിന്ന് കിട്ടുന്ന റിട്ടേണോ, ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേണുമായി താരതമ്യം ചെയ്ത് നോക്കുക. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് കൂടുതലെങ്കിൽ കുറച്ചുകൂടെ ഭാഗമെടുത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്, ഒരു 3 കൊല്ലം നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് നടത്തി നോക്കിയാൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പൈസയും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യും. കാരണം അത്രയും അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളൊരു വലിയ പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് നിൽക്കുന്നത്. ഒരു പർവ്വതത്തോളം പോകുന്ന ഒരു ബുൾ റാലി നമ്മളെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി നമ്മളെ കാത്തിരിക്കുന്നു. ഇന്ത്യ വളരുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. നമ്മുടെ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചറുകളും, നമ്മുടെ രാജ്യത്തിലെ റെയിൽവേ സ്റ്റേഷനുകളും, എയർപോർട്ടുകളും,
നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറി തുടങ്ങിയിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഇനിയും വൈകരുത്. ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറാണ്. ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് റെഗുലർ ഫണ്ടുകളാണ്. ഡയറക്റ്റ് ഫണ്ടുകളല്ല ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, റെഗുലർ ഫണ്ടുകളാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ശരിയായ ധാരണയില്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നുള്ള ഒരു നിശ്ചിത തുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ശരിയായ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾക്ക് നേരിട്ട് സംസാരിക്കാം. മികച്ച ഒരു പോർട്ട്ഫോളിയോ, നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലേക്ക് പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് തരാൻ എനിക്ക് സാധിക്കും. നമുക്ക് ഒരുമിച്ച് ഈ ഫിനാൻഷ്യൽ യാത്രയിൽ മുന്നോട്ട് നീങ്ങാം. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന അന്ന് മുതൽ നിങ്ങൾ എന്നാണോ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്നത് അന്ന് വരെ ഞാനായിരിക്കും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാം. എന്ന് വെച്ച് എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അറിയാവുന്ന മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ, വിശ്വാസമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ അഡ്വൈസ് തേടുക. അങ്ങനെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാം. ഒരു 10 കൊല്ലം, ഒരു 8-10 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. മിനിമം ഒരു 5 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, സാമ്പത്തിക സ്രോതസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം മ്യൂച്വൽ ഫണ്ടുകളിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഒരു സുവർണ അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. പിന്നീട് ഒരു 5 വർഷം കഴിയുമ്പോൾ, 6 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇതിനെ ഓർത്ത്, നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം അത്രയധികം ബൂമിംഗ് ആണ് നമ്മുടെ കൺട്രി. ഓക്കെ, ഇനിയും അതിനെപ്പറ്റി പറഞ്ഞ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.